കേരളത്തിലെ കോൺഗ്രസിന്റെ യുവനിരയിലെ ഏറ്റവും ശ്രദ്ധേയനായ യുവനേതാവ്, കൃത്യവും വ്യക്തവുമായ ചോദ്യശരങ്ങളിലൂടെയും വിമർശനങ്ങളിലൂടെയും ഭരണപക്ഷത്തെ ഇത്രയധികം പ്രതിരോധിച്ചു നിർത്തിയ മറ്റൊരു നേതാവില്ല. ഒരു പതിറ്റാണ്ടിനോട് അടുക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ നിർഭയമായ നിലപാട് കൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയധികം ജനസമ്മതി നേടിയത്. ഏതാരോപണങ്ങളെയും ക്യാപ്സൂൾ കൊണ്ട് നേരിടുന്ന CPM-ന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളെ മാധ്യമങ്ങളിലൂടെ പൊളിച്ചടുക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ സൂപ്പർ സ്റ്റാറാണ്. പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ ഏറ്റവും ശക്തനായ മുഖ്യമന്ത്രിയെ പോലും തെല്ലിട ദയ നൽകാതെ വലിച്ചു കീറി ഒട്ടിക്കുന്ന രാഹുൽ കമ്മ്യൂണിസ്റ്റുകാരുടെ കണ്ണിലെ കരടാണ്. അങ്ങനെ വീണു കിട്ടിയ അവസരത്തിലേക്ക് മുറിവിന് വീതെ മുളകാകാൻ CPM-ന്റെ പാഴ്ശ്രമമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ ഏറ്റവും ആരാധനായ ജനകീയനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ കേട്ടാൽ അറപ്പുളവാക്കുന്ന ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ച അദ്ദേഹത്തെ വഴിയിൽ തടഞ്ഞാക്രമിച്ച CPM-ന്റെ നാണം കെട്ട പ്രതിരോധ ശൈലി കേരളത്തിന് സുപരിചിതമാണ്. പലവിധ ഏജൻസികൾ അന്വേഷിച്ചിട്ടും സോളാർ എന്ന ഭൂകമ്പത്തിൽ ഐക്യജനാധിപത്യ മുന്നണി കുലുങ്ങിയിട്ടില്ല. തങ്ങളുടെ കഴിവുകേടുകളും പിഴവുകളും മറച്ചുപിടിക്കുവാൻ ആരുടെ മുകളിലും കുതിര കയറാമെന്ന ഇടതുപക്ഷത്തിന്റെ പാഴ്ശ്രമങ്ങളിലൊന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങൾ. 2 ലക്ഷത്തിനോടടുത്ത് വോട്ടർമാരുള്ള പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ വീണ് കിട്ടിയ അവസരത്തിലേക്ക് കുതിച്ചു കയറി വന്ന രാഹുൽ എന്ന അശ്വത്തെ പിടിച്ചുകെട്ടാൻ BJP-യുമായി രഹസ്യസന്ധി ഉണ്ടാക്കിയിട്ടും CPM-ന് സാധിച്ചിട്ടില്ല. 1,38,120 ജനങ്ങൾ തങ്ങളുടെ ജനാധിപത്യ അവകാശം വിനിയോഗിച്ച പാലക്കാട് ബൈ ഇലക്ഷനിൽ 58,000-ലധികം വോട്ടുകൾ പെട്ടിയിലാക്കി ഷാഫിക്ക് പിൻഗാമിയായി നിയമസഭയിലേക്ക് കാലെടുത്തു വെച്ച രാഹുൽ മാധ്യമ മുറികൾക്കപ്പുറം സഭയിലും CPM-ന് ഒരു വെള്ളിടിയായിരുന്നു. അങ്ങനെ കേരളത്തിലെ ഏറ്റവും പൊതുസമ്മതനായ ഒരു യുവ നേതാവിനെ കേവലം ഒരു FIR പോലും ഇട്ടിട്ടില്ലാത്ത ലൈംഗിക ആരോപണ പുകമറ സൃഷ്ടിച്ച് പൊതുമധ്യത്തിൽ അവതരിപ്പിക്കുന്ന CPM-ന്റെ നീചതന്ത്രങ്ങളെ ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും. ഞാൻ അവിടെ കള്ളപ്പണം കടത്തുകയാണ് നീലപ്പെട്ടിയിലെന്ന് പറഞ്ഞ ആരോപണം ഉന്നയിച്ചത്. ആ ആരോപണം ഉന്നയിച്ചിട്ട് 2 മാസം കഴിഞ്ഞിട്ട് ഒരു FIR പോലും രജിസ്റ്റർ ചെയ്യുവാൻ കഴിയാത്ത ഗതികേടിലല്ലേ നടന്നുള്ളത്? ആ പാതിരാ നാടക കേരളം കണ്ടതാണ്. ആരോപണങ്ങളാണെങ്കിൽ പോലും അതിന്റെ കാര്യഗൗരവം കണക്കിലെടുത്ത് സംഘടനാ ചുമതലകളിൽ നിന്ന് ഒഴിവാക്കി പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും പുറത്താക്കിക്കൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി നിലപാട് വ്യക്തമാക്കിയതാണ്. CPM-ൽ എത്രയോ നേതാക്കൾക്കെതിരെ ഇതിനേക്കാൾ ഗുരുതരകരമായ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. നിയമസഭയിൽ രാഹുലിനെതിരെ പ്രതിഷേധിക്കുന്ന ഭരണപക്ഷ പ്രതിനിധികളിൽ എത്ര പേർ ലൈംഗിക ആരോപണങ്ങളിൽ അഗ്നിശുദ്ധി വരുത്തിയിട്ടാണ് നിയമസഭയിൽ ഞെളിഞ്ഞിരിക്കുന്നത്? ആരോപണങ്ങൾ വരുമ്പോൾ തീവ്രത അളക്കാനുള്ള ഉപകരണമായി ഉൾപാർട്ടി കമ്മീഷൻ ഉണ്ടാക്കിയ നാണക്കേടിനോളം കോൺഗ്രസ് പ്രസ്ഥാനം തരം താഴ്ന്നിട്ടുമില്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താത്വികാചാര്യൻ, പാർട്ടി സെക്രട്ടറി കൂടിയായ MV ഗോവിന്ദൻ പോലും തങ്ങളുടെ കൂട്ടത്തിനകത്തെ ഭ്രഷ്ടക്കാർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു? ലൈംഗിക ആരോപണങ്ങളിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്താൽ പോലും ഒരു ജനപ്രതിനിധി രാജിവെക്കേണ്ടതില്ല, മറിച്ച് അത്തരമൊരു കേസിൽ അയാൾ ശിക്ഷിക്കപ്പെട്ടാൽ നടപടിയെടുക്കുമത്രേ. ഇത്തരം കപട നിലപാടിലേക്ക് മലക്കം മറിയുന്ന പാരമ്പര്യം കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഇല്ലതാനും. ഒരു പതിറ്റാണ്ടിനോടടുക്കുന്ന ദുർഭരണത്തിൽ നിന്ന് കേരളത്തെ കരകയറ്റാൻ സമാഗതമായിരിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് നാടാകെ കടക്കുമ്പോൾ തങ്ങളുടെ മുഖം രക്ഷിച്ച് ഒരു പുകമറ സൃഷ്ടിക്കുക എന്ന വ്യാമോഹമാണ് CPM ഇപ്പോൾ നടത്തുന്ന കോലാഹലങ്ങൾ. പാലക്കാട് മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രതിനിധിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. എന്നാൽ പാതി വഴിയിൽ നാഥനില്ലായതായ ആ നാട്ടിലെ ജനതയ്ക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ, അവരുടെ ശബ്ദമാവേണ്ട ജനപ്രതിനിധിയെ വഴിയിൽ തടഞ്ഞ് കൊലവിളി നടത്തുന്ന CPM-ന്റെ ക്രിമിനൽ കൂട്ടങ്ങൾ സ്വന്തം പ്രസ്ഥാനത്തിനകത്ത് പുഴുക്കുത്തുകളെ ആദ്യം പടിയടച്ച് പിണ്ടം വെക്കണം. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ പോരായ്മകളൊക്കെ പരിഹരിച്ച് ഐക്യ ജനാധിപത്യ മുന്നണി കൃത്യമായ മുന്നൊരുക്കത്തോടെ ജനഹിതമനുസരിച്ച് ഒരു രാഷ്ട്രീയ മാറ്റത്തിന്റെ ശംഖുലി മുഴക്കുവാൻ അതിൽ പരിഭ്രാന്തരാവുകയാണ് CPM.
നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലും രേഖാമൂലമുള്ള ഒരു പരാതി പോലും ലഭിച്ചിട്ടില്ല. ആരോപണങ്ങൾ പറഞ്ഞ് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത ഒരു കേസ് മാത്രമാണ് രാഹുലിനെതിരെ നിലവിലുള്ളത്. ഈ കേസ് തീർച്ചയായും ഗൗരവകരമാണ്. കൃത്യമായി അന്വേഷണം നടത്തി കുറ്റക്കാരനാണെങ്കിൽ മുഖം നോക്കാതെ നടപടി ഉണ്ടാകണം. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന പിണറായി വിജയന്റെ പോലീസ് തന്നെയാണ് ഈ ആരോപണങ്ങളിലെ വസ്തുത പുറത്തു കൊണ്ടുവരേണ്ടതും. ലൈംഗിക ആരോപണങ്ങളിൽ പഴികേട്ട ഭരണപക്ഷ ജനപ്രതിനിധികളെ സംരക്ഷിക്കുന്ന പാർട്ടി സെക്രട്ടറിയുടെ ഇരട്ടത്താപ്പിനും ഇപ്പുറം രാഹുലിന്റെ രക്തത്തിനു വേണ്ടി മുറവിളി കൂട്ടുന്ന CPM-ന്റെ കുട്ടിക്കൂട്ടങ്ങളുണ്ട്. 2025 നവംബറിലാണ് കേരളം ഒരു തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ കേരളം ഒന്നാകെ കാത്തിരിക്കുന്നത് പുതിയൊരു ഭരണത്തിനെയാണ്. തൊഴിലു തന്നു കരുതലേകിയൂട്ടിയോ മനുഷ്യ നോവു തൊട്ടറിഞ്ഞു. അത്രത്തോളം മടുത്തിരിക്കുന്നു കേരളം ഈ കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ തിരിച്ചടി ഉറപ്പാണ് എന്നിരിക്കെ കോൺഗ്രസിന്റെ മുഖം വികൃതമാക്കി തിരഞ്ഞെടുപ്പ് വിജയിക്കുക, അല്ലെങ്കിൽ BJPക്ക് കേരളത്തിൽ പട്ടുപരവപ്രാണി വിധിച്ചു കൊടുക്കുക എന്ന ഗൂഢലക്ഷ്യത്തിലേക്ക് CPM നടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ രാഹുലിനെതിരെ ഉയർന്നു വന്ന ഈ ഒരു പുകമറ CPM-ന് ഒരു പിടിവള്ളിയാണ്. പ്രതിപക്ഷത്തിനെതിരെയുള്ള രാഷ്ട്രീയ ആയുധമായാണ് ഈ ആരോപണങ്ങളെ CPM ഏറ്റെടുത്തിരിക്കുന്നത്. എന്നാൽ അതിനെല്ലാം അപ്പുറം എത്ര വലിയ നേതാവാണെങ്കിലും മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന കോൺഗ്രസിന്റെ ഈ ഒരു നിലപാട് CPM-നെ പോലും ഞെട്ടിപ്പിച്ചു എന്ന കാര്യത്തിൽ സംശയം ഏതുമില്ല. ലൈംഗിക ആരോപണങ്ങൾ മാത്രമല്ല, അഴിമതി ആരോപണങ്ങൾ എത്രത്തോളം നേതാക്കൾക്കെതിരെ ഉയർന്നു കേട്ടിട്ടുണ്ട്. ബാർ കോഴക്കേസിൽ കേരളത്തിന്റെ മുൻ ധനകാര്യമന്ത്രി KM മാണിയെ വളഞ്ഞിട്ടാക്രമിച്ച CPM, സംസ്ഥാനത്തുടനീളം വലിയ സമര പരമ്പരകൾ ഉയർത്തിക്കൊണ്ടുവന്ന CPM അതേ KM മാണിയുടെ കേരള കോൺഗ്രസിനെ മുന്നണിയിലേക്ക് എത്തിച്ച് പട്ടും വളയും നൽകി ആനയിച്ചു കൊണ്ടുപോയ കാഴ്ച കേരളം കണ്ടതാണ്. ഒന്നിനോടും സമരസ്യപ്പെടാത്ത നിലപാട് എന്നൊക്കെ പറയുന്നത് ഇതുതന്നെയാണ്. അങ്ങനെ കാപട്യങ്ങളുടെ കൂടാരമായ CPM ഏത് നാണം കെട്ട മാർഗത്തിലൂടെ പ്രതിരോധിക്കാൻ ശ്രമിച്ചാലും ജനങ്ങൾ അവർക്കെന്താണ് വേണ്ടതെന്ന് കൃത്യമായ ബോധ്യത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും മാറ്റത്തിന്റെ വലിയൊരു കൊടുങ്കാറ്റ് കാത്തിരിക്കുന്നു. മുൻപെങ്ങുമില്ലാത്ത വിധം സംഘടിതമായി ഒത്തൊരുമയോടെ പിഴവുകൾ ഒന്നൊന്നായി പരിഹരിച്ച് മുന്നോട്ടു പോകുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ രോമത്തിലേശുന്നതല്ല നിലവിൽ നടക്കുന്ന സമരകോലാഹലങ്ങൾ. കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമല്ലാതായി സ്വതന്ത്രനായി നിയമസഭയിലേക്ക് രാഹുൽ എത്തിയത് ജനപ്രതിനിധി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ അവകാശം തന്നെയാണ്. നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തകർക്കാകെ അപമാനമാണെന്ന് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ V ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം പ്രസ്താവിക്കുകയുണ്ടായി. ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ കേരളത്തിന്റെ നിയമസഭയുടെ ഡയസിൽ കുട്ടികളുടെ ഇപ്പോഴത്തെ മന്ത്രി അപ്പൂപ്പൻ കാണിച്ചു വെച്ചതൊക്കെ തന്നെ കേരളത്തിലെ ജനങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുള്ളതുമാണ്. ആ ഭൂതകാലമൊക്കെ മറന്നുകൊണ്ട് തങ്ങളുടെ ആജന്മശത്രുവിന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാൻ CPM നടത്തുന്ന പാഴ്ശ്രമങ്ങൾ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും.